ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ചേച്ചിമാരും അമ്മയുടെയും പ്രിയപ്പെട്ടവൻ എന്ന സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈ ചാനലിൽ തന്നെയുണ്ട്. കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വരണേ. എന്നിട്ട് ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെട്ട വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്ന് അറിഞ്ഞാലോ. പെട്ടെന്ന് തന്നെ ഞാൻ സ്വഭാവത്തിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ആ വാതിലടച്ച് കുറച്ചു നേരം അതിൽ പിടിച്ചു നിന്നു. അങ്ങനെ തന്നെ ഞാൻ കുറച്ചു നേരം നിന്നു. വേണ്ട, ഇനിയൊരു പ്രാവശ്യം കൂടി എനിക്കവളെ അങ്ങനെ കാണാൻ കഴിയില്ല, ഞാൻ മനസ്സിലുറപ്പിച്ചു. ശേഷം ഞാൻ എൻ്റെ മുറിയിൽ പോയി ബെഡിലേക്ക് വീണു. മനസ്സിൽ അവളെ കാണാനുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയും വേദന എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാവാം, ഞാൻ വേഗം മയക്കത്തിലേക്ക് വഴുതി വീണു. അബി, അബി വേണ്ട, എടാ അബി വേണ്ടടാ, അബി നിർത്ത്. ഞാൻ കണ്ണു തുറന്നതും ഞാൻ കോളേജ് കോമ്പൗണ്ടിൽ നിൽക്കാണ്. ശരീരം മൊത്തം രക്തം ഒലിക്കുന്നുണ്ട്. മുൻപിലേക്ക് നോക്കുമ്പോൾ 10-15 പേര് ജീവക്ഷയമായി കിടക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു. നിലത്ത് ഞാൻ വീണ് കിടക്കായിരുന്നു. എനിക്ക് ചുറ്റും മുഴുവൻ കോളേജിലെ വിദ്യാർത്ഥികളും അവിടെ തടിച്ചു കൂടിയിരുന്നു. അവർക്കിടയിൽ നിറ കണ്ണുകളുമായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അശ്വതി. വീണ്ടും ഞാൻ ആ നശിച്ചോർമ്മയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ദിവസം അച്ചുവും അഥവാ അശ്വതിയും അവളുടെ കുറച്ച് കൂട്ടുകാരികളും ചേർന്ന് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ചെന്നു. ഫുഡൊക്കെ കഴിച്ച് ക്യാഷ് കൊടുത്ത് പോവാൻ നേരം അവളുടെ ഒരു ഫ്രണ്ടിനെ ഒരുത്തന് ശല്യപ്പെടുത്താൻ തുടങ്ങി. അവർ രണ്ടുപേരും കുറച്ച് നാൾ വളരെ അടുപ്പത്തിലായിരുന്നു. പക്ഷേ അവൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. കുടിയും വലിയുമായി നടക്കുന്ന ഒരു വാഴ. ആദ്യമൊക്കെ അവനോട് സംസാരിക്കാനായിരുന്നു അവൻ വന്നിരുന്നത്. പിന്നെ അതൊരു ഭീഷണി രൂപത്തിലായി. അതവൾക്ക് സഹിക്കാതിലപ്പുറമായി തുടങ്ങി. ഇതൊക്കെ എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ കുറേ അവനോട് പറഞ്ഞെങ്കിലും അവൻ വലിച്ചു കയറ്റിയ മത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ തലയിലൊന്നും കയറിയില്ല. അവൻ്റെ പിടുത്തത്തിൻ്റെ ശക്തി വീണ്ടും വീണ്ടും കൂടി. അതവൾക്ക് നല്ല വേദനയും കൊടുത്തു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികളായി ഒഴുകാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ പ്രതീക്ഷിക്കാതെ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊരടി കൊണ്ടത്. അത് കിട്ടിയതും അവൻ്റെ സമനില തെറ്റി നിലത്ത് വീണു. അവൻ വീണെടുത്ത് കിടന്ന് തിരിഞ്ഞു നോക്കി. ആരാണ് തന്നെ തല്ലിയതെന്ന് അറിയാൻ. വേറെ ആര്, അച്ചു തന്നെ. പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുന്നോടാ ഡി, അവൻ നിലത്ത് കിടന്ന് അലറി. അപ്പോഴേക്കും അവിടെ മൊത്തം ആളുകൾ തടിച്ചു കൂടിയിരുന്നു. അവർ അവനെ പിടിച്ച് നിർത്തി. അതിലൊരു ചേട്ടൻ അശ്വതിയോടായി പറഞ്ഞു, മോളെ പൊക്കോ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എടി വാടി, നമുക്ക് പോകാം, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. അതും പറഞ്ഞ് അവൾ അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവൻ്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അച്ചുവും അവളുടെ കുറച്ച് ഫ്രണ്ട്സും കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാരും അവൾക്ക് കുറുകെ വണ്ടി നിർത്തി. മക്കളൊന്ന് നിന്നേ, അതും പറഞ്ഞ് അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി. നീ ഭയങ്കര ദേഷ്യക്കാരിയാണല്ലേ, ഇവളെ ഒന്ന് തൊട്ടാ നിനക്ക് പൊള്ളും അല്ലേടി, അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ കയറി പിടിച്ചു. ഞാൻ ആരാണെന്ന് അറിയാവൂടി. അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് മുന്നോട്ട് തള്ളിയിട്ട് നിലത്തേക്ക് വീണപ്പോൾ അവളുടെ കൈമുട്ടിൽ ചെറിയ മുറിവുണ്ടാക്കി. അവൻ അവൻ്റെ ഫോണെടുത്ത് അതിലൊരു വീഡിയോ കാണിച്ചു. അത് AI കൊണ്ട് ഉണ്ടാക്കിയതാണ്. അച്ചുവിൻ്റെ ഫേസ് വെച്ച് ഒരു വീഡിയോ ആയിരുന്നു അത്. നോക്കണ്ട, ഒറിജിനൽ അല്ല, പക്ഷേ അതൊക്കെ തെളിച്ചു വരും മുമ്പ് ഒരുപാട് സമയമെടുക്കും. അവൻ ഒരു വഷളം ചിരിയോടെ അവളെ നോക്കി. അച്ചു അപ്പോഴേക്കും പേടിച്ച് വിറച്ചിരുന്നു. ഇതുപോലൊരു വീഡിയോ ഇറങ്ങിയാൽ എന്താവുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ മോള് കരയൊന്നും വേണ്ട, ചേട്ടന്മാർക്ക് ചെറിയൊരാഗ്രഹമുണ്ട്, നീ അതൊന്ന് സാധിച്ചു തരണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കത് അറപ്പായി തോന്നി. അവൾ മുഖം മാറ്റി. ഈ വരുന്ന 10-ാം തീയതി രാവിലെ കോളേജിൻ്റെ സൈഡിലുള്ള പഴയ ബിൽഡിങ്ങിൽ നീ വരണം, ഒറ്റയ്ക്ക്. ഇനി നീ വരാതിരുന്നാൽ ഇത് മുഴുവൻ കോളേജിലും ഞാൻ ഫ്രീ ഷോ വെക്കും.
അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബൈക്കെടുത്തു. പിന്നെ ഇതാരോടെങ്കിലും പറയാനാണ് മോളുടെ പ്ലാനെങ്കിൽ അതും പറഞ്ഞ് അവൻ പോയി. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ കുറച്ചു നേരം അശ്വതിയോടെ ഇരുന്നു. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കി. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അശ്വതിയുടെ ഉള്ളിൽ നീറി പുകച്ചിലായിരുന്നു. കോളേജിലാണെങ്കിൽ അവൻ്റെ വൃത്തികെട്ട നോട്ടവും കമൻറ്റും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുട്ടലും തട്ടലും കൊണ്ട് അവൾ മടുത്തിരുന്നു. എല്ലാം അവൾ സഹിച്ചു. അങ്ങനെ കോളേജ് ഫെസ്റ്റിവൽ ഡേ വന്നു. എന്നാണ് അവൻ പറഞ്ഞ ദിവസം. എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അങ്ങോട്ട് അർച്ചന കയറി വന്നു. നിനക്കെന്താടി വയ്യേ? വല്ലാതെ ഇരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല ചേച്ചി. അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ അവൾ മുഖത്തേക്ക് നോക്കാതെയാണ് അത് പറഞ്ഞത്. അല്ല, എന്തോ ഉണ്ട്. നിന്നെ കണ്ട എനിക്കറിയാം. നീ കാര്യം പറ. ഏയ് ഒന്നുമില്ല ചേച്ചി. നീ പറയുന്നുണ്ടോ അതോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞ് അവൾ ചേച്ചിയെ തട്ടിമാറ്റി ബാത്റൂമിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ശബ്ദമില്ലാതെ ഏങ്ങിക്കരയാൻ തുടങ്ങി. ആരോടെങ്കിലും ഇതൊന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കുറച്ചു കഴിഞ്ഞ് അവൾ കുളിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി. റൂമിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അവൾ അലമാരിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തിട്ടു. അവൾക്ക് ആകെ മരവിച്ചൊരവസ്ഥയായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പോയി തനിക്ക് ഈ ഗതി വന്നല്ലോ. കൂടെ ഉണ്ടായിരുന്നവർ എന്നെ ഒറ്റയ്ക്കാക്കി. ആരും തന്നെ സഹായിക്കാനില്ല. ഇത് താൻ തന്നെ വരുത്തി വെച്ചതാണ്. അവൾ കണ്ണാടിയിലേക്ക് ഒന്നും കൂടി നോക്കി. അവൾ കുറച്ചു നേരം നിന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്നവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. റൂമിൽ നിന്നും അവൾ പുറത്തിറങ്ങി താഴേക്കായി നടന്ന്. അപ്പോൾ അബിയുടെ മുറി അവൾ ശ്രദ്ധിച്ചു. തൻ്റെ ഏതൊരവസ്ഥയിലും തൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ജീവിതത്തിൽ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, തൻ്റെ പൊന്നനുജൻ. അവനോട് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും വഴി കാണുമായിരിക്കും. അവളുടെ അവസാന പ്രതീക്ഷ എന്നോണം അവൾ അവൻ്റെ മുറിയിലേക്ക് കയറി. പക്ഷേ നിരാശയായിരുന്നു ഫലം. കോളേജ് ഫെസ്റ്റ് ആയതുകൊണ്ട് അവൻ നേരത്തെ കോളേജിലേക്ക് പോയിരുന്നു. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും കെട്ടി അടച്ചിരിക്കുന്നു. ഇനി തനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ അവിടെ നിന്നും ഇറങ്ങി കോളേജിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയെല്ലാം സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു അവൾക്ക്. കോളേജിൻ്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ആരോ തന്നെ പിന്നിൽ നിന്നും പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകൾക്കും ഒരുപാട് ഭാരം പോലെ. അവൾ കോളേജിൻ്റെ അകത്തേക്ക് നടന്നു. പെട്ടെന്നാണ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പഴയ ബിൽഡിങ്ങിൻ്റെ വശത്തേക്ക് ഓടുന്നത് കണ്ടത്. അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പിന്നെ അവരുടെ കൂടെ അവളും അങ്ങോട്ട് പോയി. വിദ്യാർത്ഥികളെല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്നു. അവർക്കിടയിൽ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ പൊടിപാറി അന്തരീക്ഷത്തിൽ മൂടി നിൽക്കുന്നു. അവൾ അവർക്കിടയിലൂടെ ഒരു വിധത്തിൽ മുന്നോട്ടെത്തി. അവിടെ കണ്ട കാഴ്ച അവളുടെ ശ്വാസം നിലപ്പിച്ചു. അബിയായിരുന്നു അത്. അവൻ്റെ മുഖം മുഴുവൻ രക്തത്താൽ ചുവന്നിരിക്കുന്നു. ഒരു വെറി പിടിച്ച മൃഗത്തെ പോലെ. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുന്നിൽ ഇത്രയും നാൾ തന്നെ ഭീഷണിപ്പെടുത്തിയവനും അവൻ്റെ സംഘവും നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. എല്ലാവരും ചോരയിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. അവിടെ തടിച്ചുകളുടെ കണ്ണിൽ വല്ലാത്തൊരു ഭയം അവൾ കണ്ടു. ഒരു ഭീകരജീവിയെ കണ്ട പോലെ. അവൾ അബിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ ഉള്ളൊന്ന് കാളി. താൻ ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും വഴക്കുകൂടിയും പരിഹസിച്ചും കൂടെ നടന്ന തൻ്റെ കൂടപ്പിറപ്പിൻ്റെ കണ്ണുകളല്ലാതെ ആ കണ്ണുകളിൽ തീരാത്ത പക മാത്രമാണ് കാണുന്നത്. ആളിക്കത്തുന്ന അഗ്നി പോലെ. അത് അവൻ്റെ ഓരോ ശ്വാസത്തിലും വികസിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലെ ഇരുമ്പ് കമ്പിയിൽ നിന്നും രക്തം തുള്ളികളായി നിലത്തേക്ക് വീണുകൊണ്ടിരുന്നു. ചുറ്റുപാടും വല്ലാത്തൊരു നിശബ്ദത കൂടി നിന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നടന്നത്. എടാ അബി, നീ ഒന്ന് വാതിൽ തുറന്നേ. എന്താ ചേച്ചി? എടാ അതൊക്കെ പറയാം, നീ ഒന്ന് തുറക്ക്. ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. അർച്ചന ചേച്ചി പെട്ടെന്ന് റൂമിൽ കയറി വാതിലടച്ചു. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. എടാ, അച്ഛൻ ഈയിടെയായി എന്തൊരു സങ്കടമുള്ളതുപോലെ എനിക്ക് തോന്നി. നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോഴാണ് ഞാനും അത് ഓർത്തത്. ശരിയാണല്ലോ, അല്ലെങ്കിൽ മുഴുവൻ സമയവും എൻ്റെ കൂടെ ഉള്ളവളാണ്. ഇവൾക്കിത് എന്തു പറ്റി? ആ അറിയില്ലടാ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്.
ഞാനിന്ന് അവളുടെ മുറിയിൽ പോയപ്പോൾ അവളവിടെ ഒരു മങ്ങിയ ബൾബ് പോലെ ഇരിക്കുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പിന്നെ പറയണ്ടേ, എന്നെ കയറി കടിക്കാൻ വന്ന് നേരെ ബാത്റൂമിൽ പോയി. എടി, അതവളുടെ വല്ല പേഴ്സണൽ കാര്യം വല്ല ആയിരിക്കും, അതുകൊണ്ടാവും അവൾ ദേഷ്യപ്പെട്ടത്, ഞാൻ പറഞ്ഞു. ആ, അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അത് കേട്ട് ഞാൻ അവളിൽ നിന്ന് നോക്കി. അതിനെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിനക്കറിയാത്ത സീക്രട്ടൊന്നും അവൾക്കുണ്ടാവില്ലല്ലോ, രണ്ടും ഒറ്റ ചങ്കല്ലേ. ഓ അങ്ങനെ. ഞാൻ അതും പറഞ്ഞ് തീർന്നതും ഒന്ന് ആലോചിച്ചു. അല്ല, അതും ശരിയാണല്ലോ. മിക്ക എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറയാറുള്ളതാണ്. പുറത്താരോടും അങ്ങനെ പറയാത്ത കാര്യങ്ങൾ അവൾ എന്നോട് പറയാറുണ്ട്. പിന്നെ ഇതെന്താവും സംഭവം? ഞാൻ അർച്ചന ചേച്ചിയെ ഒന്ന് നോക്കി. അല്ല, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ, നിനക്ക് അവളുടെ ക്ലാസ്സിലെ ആരെങ്കിലും പരിചയമുണ്ടോ? ആ, 1-2 പേരെ അറിയാം. അവരുടെ നമ്പർ വല്ലതും ഉണ്ടോ? പിന്നെ എനിക്കതല്ലേ പണി, ഞാൻ അവളുടെ കൂടെ കണ്ടുള്ള പരിചയം അത്രയേ ഉള്ളൂ. ശരി ശരി, നീ ഒരു കാര്യം ചെയ്, അവളുടെ അടുത്ത് പോയി ഒന്ന് അന്വേഷിക്ക്. അത് അവൾ അറിഞ്ഞാൽ മോശമല്ലേ? അവളൊന്നും അറിയില്ല, നീ പോയി ഒന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ. ഞാൻ നേരെ കോളേജിലേക്ക് പോയി. കൂടെ അഖിലും ഉണ്ടായിരുന്നു. അളിയ, പെൺപിള്ളേരെല്ലാം നല്ല കളറായിട്ടാണല്ലോ ഇരിക്കുന്നത്, കൊള്ളാമല്ലേ? അഖിൽ പറഞ്ഞു. ആടാ, എല്ലാവരും കാണാൻ നന്നായിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെന്നാലോ? എടാ, ഒരു 10 മിനിറ്റ്, ഒരു ചെറിയ പണിയുണ്ട്. എന്താടാ? എടാ, എനിക്ക് ചേച്ചിയുടെ ക്ലാസ്സിലൊന്ന് പോകണം, നീയും വാ. അല്ല, നീയിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അത് ഒരു ചെറിയ കാര്യമുണ്ട്, നീ വാ. അങ്ങനെ ഞങ്ങൾ അവളുടെ ബ്ലോക്കിലേക്ക് പോയി. എന്നിട്ട് അച്ചുവിൻ്റെ കൂട്ടുകാരി ശില്പയെ തിരഞ്ഞു. കുറച്ചു നേരം തിരഞ്ഞിട്ടാണ് അവളെ കിട്ടിയത്. പുള്ളിക്കാരി ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവളെ വിളിച്ചു. എന്നിട്ട് ഒന്ന് വരുമോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ കുറച്ച് മടിച്ചെങ്കിലും വരാതെ ഞാൻ വിടില്ലെന്ന് ഉറപ്പായതോടെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ? അവൾ ചോദിച്ചു. ചേച്ചി, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. അത് പറയുമ്പോഴും അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ വന്നത് അച്ഛന് ക്ലാസ്സിൽ വല്ല പ്രശ്നമുണ്ടോ ഒന്നറിയാനാ. എന്തു പറ്റി? അവൾ ഒരു നെട്ടലോട് ചോദിച്ചു. അല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസമായി അവൾ നല്ല മൂഡ് ഓഫാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു ദീർഘശ്വാസം വിട്ടു. എന്താ ചേച്ചി പ്രശ്നം? ഞാൻ വീണ്ടും ചോദിച്ചു. അവൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. അഖിൽ അപ്പോഴേക്കും അവിടുത്തെ ഏതോ ചേച്ചിമാരുടെ കൂടെ കൂടി. ശില്പ എന്നെ ഒരു ആഴഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാനൊന്ന് അമ്പരുന്നു. ഇതെന്താ ഇവിടെ? ഞാൻ ചോദിച്ചു. എടാ, അത് ഞാൻ പറയാം. അവൾ ഹോട്ടലിൽ നിന്ന് തുടങ്ങി സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു. ഇത് എന്താ ഇവിടെ നടക്കുന്നേ? എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നി. എൻ്റെ പെരുവിരൽ ധരിച്ചു കയറി. അവനെ പേടിച്ചിട്ടാണപ്പോൾ അവൾ ഈ വീർപ്പ് മുട്ടുന്നത്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം കയറി വന്നു. അവനിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ചോദിച്ചു. എടാ, അത് പറ. എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അത്യാവശ്യം ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അത് ക്ലാസ് റൂം മൊത്തത്തിൽ എക്കോ അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ശബ്ദം ഉണർന്നതും അവൾ ഒന്ന് നെട്ടി. അത് ആ പഴയ ബിൽഡിങ്ങിലാണ്. ഞാനത് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. എൻ്റെ പോക്ക് കണ്ട് പന്തികേട് തോന്നിയ അഖിൽ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താടാ? അവൻ ചോദിച്ചു. നീ വാ. എന്താടാ, നീ കാര്യം പറ. ഒന്നും മിണ്ടാതെ വാടാ. എൻ്റെ ശബ്ദം അത്യാവശ്യം ഉച്ചത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമത്ര പന്തിയല്ലെന്ന് മനസ്സിലായി അവൻ പിന്നെ ഒന്നും മിണ്ടില്ല. ഞങ്ങൾ ആ പഴയ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കെത്തി. എന്നിട്ട് വാതിലിൽ മുട്ടി. അളിയ, അവൾ വന്നെന്ന് തോന്നടാ. അകത്തുനിന്ന് ഒരുത്തൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. പിന്നെ വരാതിരിക്കോ? അമ്മാതിരി ആപ്പല്ലേ വെച്ചത്. എന്നത്തോടെ അവളുടെ കുന്തിളിപ്പ് അങ്ങ് തീർത്തു കൊടുക്കണം. അവൻ മറുപടിയായി വേറൊരുത്തൻ പറഞ്ഞു. പെട്ടെന്നൊരുത്തൻ വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു വഷളും ചിരിയുണ്ടായിരുന്നു. അത് ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങ് മാറി. പെട്ടെന്ന് ഞാൻ അവൻ്റെ നെഞ്ചു നോക്കി ഒരു ചവിട്ടങ്ങ് കൊടുത്തു. അവൻ പുറകിലേക്ക് തെറിച്ചു നിന്നു. എൻ്റെ സകല ക്ഷമയെ നശിച്ചിരുന്നു.
ഞാൻ ആ മുറിയുടെ അകത്തേക്ക് കയറി. അവിടെ 10-15 പേര് എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും അശ്വതി കാത്തു നിൽക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഡാ, ഒരുത്തൻ അതിൽ നിന്നും ചീറി എൻ്റെ നേരെ ഓടി വന്നു. അവൻ്റെ കൈ എൻ്റെ മുഖത്തിന് നേരെ വീശി. ഞാൻ നിസ്സാരമായി അതിൽ നിന്ന് മാറി അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് അവൻ്റെ മുഖം എൻ്റെ ഭാഗത്തേക്ക് കണക്കായി വന്നു. ഞാൻ എൻ്റെ വലത് കാലിൻ്റെ മുട്ടുകൊണ്ട് അവൻ്റെ മൂക്കിട്ട് ഒന്ന് കൊടുത്തു. അവൻ്റെ മൂക്കിൻ്റെ അകത്തുനിന്നും രക്തം വന്നു. അവൻ മൂക്കും പൊത്തി നിലത്തേക്ക് വീണു. ഇത് കണ്ടതും അവന്മാരുടെ മുഖമൊന്ന് മങ്ങി. പെട്ടെന്ന് ഞാൻ നേരത്തെ തല്ലിയിട്ടവൻ എഴുന്നേറ്റ് എൻ്റെ നേരെ ഓടി വന്നു. അവൻ എൻ്റെ അടുത്തെത്തുമ്പോഴേക്കും എൻ്റെ മുതുകിൽ കൈ അമർത്തി അകിൽ പെട്ടെന്ന് അവൻ്റെ വലത് കവളിൽ ഒരൊന്നൊന്നര ചവിട്ടങ്ങ് കൊടുത്തു. അവൻ വലതുവശത്തേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് എൻ്റെ ബാക്കിൻ്റെ കോളറിൽ ഒരു പിടി വന്നു. ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ എൻ്റെ കൈ പിറകിലേക്കാക്കി അവൻ്റെ 2 ചെവിക്കും നല്ലൊരു അടിയങ്ങ് കൊടുത്തു. അവൻ കോളറിൽ നിന്നും പിടിവിട്ടു. ഈ സമയം അഖിൽ അവൻ്റെ വലത് കൈ തിരിച്ച് ലോക്ക് ചെയ്തു. അതിൻ്റെ ആഘാതത്തിൽ അവൻ്റെ തല താഴേക്ക് വന്നു. ഞാൻ വലത് കാലുയർത്തി താഴേക്ക് ഒരൊറ്റ അടി. അവൻ്റെ മുഖം നേരെ ചെന്ന് തറയിലിടിച്ചു. പിന്നെയും കുറേ നേരം ഞാനും അഖിലും പ്രതിരോധിച്ചു. പക്ഷേ പ്രതീക്ഷിക്കാതെ എൻ്റെ തലയുടെ പുറകിലേക്ക് എന്തൊരായുധം കൊണ്ട് ഒരുത്തൻ അടിച്ചു. എൻ്റെ തലയുടെ അകത്ത് ഒരു വലിയ മണി അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചുവിനെ ഇത്രയും കാലം ഉപദ്രവിച്ചവനായിരുന്നു അത്. അവൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് കമ്പിയും ഉണ്ടായിരുന്നു. ഞാൻ അവന് നേരെ ചെന്നപ്പോൾ അവൻ ആ കമ്പി കൊണ്ട് എൻ്റെ മുഖത്തേക്ക് വീശി. ഞാൻ തടുക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ അടിയിൽ തന്നെ എൻ്റെ ബോധം മങ്ങി മറയാൻ തുടങ്ങിയിരുന്നു. എനിക്കത് തടയാൻ കഴിഞ്ഞില്ല. ആ കമ്പി എൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അപ്പോഴേക്കും അവിടെ ചുറ്റും വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിരുന്നു. അഖിൽ എൻ്റെ നേരെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നെങ്കിലും അവൻ ഇരുമ്പ് കമ്പി കൊണ്ട് അവൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അടിച്ചു. അഖിൽ അപ്പോൾ തന്നെ നിലത്തേക്ക് വീണു. 2-3 പേര് ചേർന്ന് അവനെ ചവിട്ടിക്കൂട്ടി. ഏതാടാ ഇവൻ? അവൻ അവൻ്റെ പുറകിൽ നടന്നു വരുന്ന അവരോടായി ചോദിച്ചു. എടാ, ഇതാ മറ്റവളുടെ അനിയനാ, ഒരുത്തൻ പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ എൻ്റെ മുഖത്തേക്ക് ചവിട്ടി. ഞാൻ വീണ്ടും നിലത്തേക്ക് വീണു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഇരുമ്പ് കമ്പി കൊണ്ട് എൻ്റെ ഇടത്തെ കാലിൽ കുത്തിയിറക്കി. ഞാൻ വേദന കൊണ്ട് അലറി. എടാ, നീ ഇത് കണ്ടോ? അവൻ അവൻ്റെ കയ്യിലുള്ള മൊബൈൽ എൻ്റെ നേരെ കാണിച്ചു. അതിൽ അച്ചുവിൻ്റെ ഫേക്ക് വീഡിയോ ആയിരുന്നു. ഞാനത് പുറത്തു വിടാനൊന്നും കരുതിയതല്ല. ഇന്നവൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്ത് ഈ കോളേജ് മുഴുവൻ ഞങ്ങൾ വൈറലാക്കിയാനേ, അവൻ പറഞ്ഞു. അവൻ എൻ്റെ കാലിൽ കുത്തിയ കമ്പി വലിച്ചൂരി. എന്നിട്ട് എൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. പക്ഷേ നീ അതൊക്കെ നശിപ്പിച്ചില്ലേടാ, സച്ച് എ സാഡ് ബോയ്. അവൻ അതും പറഞ്ഞ് ആ കമ്പി എൻ്റെ നെഞ്ചിലേക്ക് താഴ്ത്തിയിറക്കി. നിനക്കിനി വേറെ 2 ചേച്ചിമാർ കൂടി ഉണ്ടല്ലോ. അവൻ ഒരു വൃത്തികെട്ട ചിരിയോടെയാണ് അത് ചോദിച്ചത്. പിന്നീട് അവിടെ നടന്നതൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരിരുട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും നിലത്ത് പതിച്ചു കിടക്കുന്നു. എൻ്റെ കണ്ണുകൾ ഞാനൊന്നടച്ച് വീണ്ടും തുറന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്നും അബി, വേണ്ടടാ, എടാ അബി, നിർത്ത്. എൻ്റെ വലതുവശത്തേക്ക് ഞാൻ നോക്കി. അത് അശ്വതിയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകായിരുന്നു. അവളുടെ ശബ്ദത്തിൽ എത്രമാത്രം സങ്കടമുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എടാ, മതിയെടാ, നമുക്ക് പോകാം. അവൾ എന്നെ മുറുക്കെ പിടിച്ച് വലിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ മുന്നിലേക്ക് നോക്കുന്നത്. എന്നെ ഇതുവരെ ഉപദ്രവിച്ചവർ ജീവക്ഷവമായി നിലത്ത് കിടക്കുന്നു. ഇവന്മാർക്ക് ഇനി എഴുന്നേൽക്കാൻ പറ്റുമോ എന്ന് വരെ തോന്നിപ്പോയി. പെട്ടെന്ന് എൻ്റെ ശ്വാസഗതി വർദ്ധിച്ചു. ഇതൊക്കെ ചെയ്തത് താനാണോ? ഞാനൊന്ന് സ്തംഭിച്ച് നിന്നുപോയി. കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാനേ ഞാൻ ഓർത്തു. ഞാൻ നിലത്ത് കിടക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി നോക്കി. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത പോലെ എൻ്റെ ചെവിയിൽ വല്ലാത്തൊരു മുഴക്കം അനുഭവപ്പെട്ടു. അതിൻ്റെ മുഴക്കം ഓരോ സെക്കൻഡിലും വർദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നി. അബി, അബി! ഞാൻ നെട്ടി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. എൻ്റെ മുറിയിൽ മുഴുവൻ ഞാനൊന്ന് കണ്ണോടിച്ചു. ഞാൻ നന്നായി തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വല്ലാത്തൊരു കിതപ്പും. എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും ഈ സ്വപ്നം തന്നെ എൻ്റെ മനസ്സിൽ വരും. ബെഡിൽ കിടന്നിരുന്ന എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു,
ഞാൻ സമയം നോക്കി. രാവിലെ 6 മണി. വീണ്ടും ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വന്നില്ല. ഞാൻ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് താഴേക്ക് നടന്നു. പോകുന്ന വഴി ഞാൻ അശ്വതിൻ്റെ മുറിയിലേക്ക് ഒന്ന് നോക്കി. അവളുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കായിരുന്നു. എനിക്ക് നല്ല ദാഹമുള്ളതുകൊണ്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് നടന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു. പെട്ടെന്നാണ് എൻ്റെ പുറകിൽ നിന്നും ആരോ വരുന്ന പോലൊരു ശബ്ദം കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയായിരുന്നു അത്. ആ, നീയായിരുന്നോ? അമ്മ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ആ, ഞാനൊന്ന് ശരി വെച്ച് കൊടുത്തു. എന്താണ് പതിവില്ലാതെ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത്? ഏയ് ഒന്നുമില്ല, ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റു, പിന്നെ ഉറക്കം വന്നില്ല. അമ്മ എൻ്റെ മുന്നിലൂടെ സിങ്കിൻ്റെ അടുത്തേക്ക് പോയി മുഖമൊന്ന് കഴുകി. എന്നിട്ട് ബ്രഷ് എടുത്ത് പേസ്റ്റും അതിലേക്കിട്ട് പല്ല് തേക്കാൻ തുടങ്ങി. ഡാ, നീ തന്നെ ഒന്ന് ഓഫീസിൽ കൊണ്ടുപോയി വിടണം. ഞാനോ? ആ, നീ തന്നെ. അപ്പോൾ അച്ഛനോ? എന്നും അച്ഛൻ തന്നെയല്ലേ കൊണ്ടുവിടുന്നത്, ഇന്ന് നീ വന്നാൽ മതി, അമ്മ പറഞ്ഞു. അതമ്മേ, ഞാൻ. എന്താ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ശബ്ദം കടുപ്പിച്ച് അമ്മ ചോദിച്ചു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ വന്നോളാം. ഞാനൊരു 9:30 റെഡിയാകും. അപ്പോഴേക്കും കുളിച്ചൊരുങ്ങിക്കോ. ശരി. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക.